അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇത്തരം സകല സാറന്മാരെയും പിടിച്ച് പടിയടച്ച് പിണ്ടം വെച്ചാലേ കുട്ടികൾ രക്ഷപ്പെടൂ. എന്താ പറഞ്ഞിട്ട്? സർക്കാർ കോളേജിലെ ഹേമചന്ദ്രൻ സാറിനെ സസ്പെൻഡ് ചെയ്തു. കാര്യം നിനക്കറിയാമോ? അറിയാലോ, സ്വകാര്യ ട്യൂഷൻ. ഹേമേന്ദ്ര സാറോ? അയ്യോ, ഞങ്ങളിപ്പോ സാറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പത്രത്തിൽ വാർത്തയുണ്ടല്ലോ. ഇങ്ങോട്ടോ? ഓ, അതെന്താ സാർ, വന്നോളൂ. അരമണിക്കൂറോ? ഓ ശരി ശരി. ആ വിളിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഞെട്ടും. ദാവൂദ് ഇബ്രാഹിമാണോ? അല്ല. ബില്ലാദൻ? ബില്ലാദനൊക്കെ മരിച്ചു പോയില്ലേ? ഹിറ്റ്ലർ, മുസോളിനി? അവരൊന്നും ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ല, ഫോൺ വിളിച്ച് ആരാണെന്ന് കേട്ടാൽ ഞാൻ ഞെട്ടണമെങ്കിൽ ഈ പേരൊക്കെയാണല്ലോ പറയേണ്ടത്. ഇതത്ര ഞെട്ടലല്ല, അത്ഭുതത്തിന്റെ ഞെട്ടൽ. പ്രധാനമന്ത്രി ആയിരിക്കും? അല്ല. മുഖ്യമന്ത്രി? അല്ലെന്ന്. മമ്മൂട്ടിയോ മോഹൻലാലോ? അല്ല. അത്ഭുതം കൊണ്ട് ഞെട്ടണമെങ്കിൽ ഇവരാരെങ്കിലും ആയിരിക്കണം. എന്നെ വിളിച്ചത് ഹേമചന്ദ്രൻ സാറാണ്. ഏത് ഹേമേന്ദ്രൻ സാറ്? ഏത് ഹേമേന്ദ്രൻ സാറിന്റെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഓ, ഗവൺമെന്റ് കോളേജിലെ ഹേമേന്ദ്രൻ സാറോ? എന്താ കാര്യം? എന്തോ സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ട് വരുന്നു എന്ന് സാർ പറഞ്ഞു. മനസ്സിലായി. കോളേജിലെ ജോലി പോയതിനെതിരെ കേസ് കൊടുക്കാൻ വക്കീലിനെ കാണാൻ വരുന്നതാണ്. പക്ഷേ എന്ത് കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഭാമേ. സർവകലാശാലയുടെ സ്ക്വാഡ് തൊണ്ടി സഹിതം പിടിച്ച ഒരാളെ രക്ഷപ്പെടുത്താൻ നിനക്ക് പറ്റില്ല. വക്കീൽ വാദിച്ചാൽ എന്റെ മാനമല്ലേ പോകുന്നത്? മോഹനേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാല് ഹേമേന്ദ്ര സാറിന്റെ കേസ് ഞാൻ വാദിക്കും. ഞാൻ വാദിച്ചേ ജയിക്കുകയും ചെയ്യും. ഒരാൾ ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടിലെ വില്ലേജ് ഓഫീസർ അല്ല, കോടതിയാണ്. കോടതിയിൽ എന്ത് പറഞ്ഞാൽ കേസ് ജയിക്കാമെന്ന് എനിക്കറിയാം. ഭാമ, ഹേമേന്ദ്രൻ സാറിന്റെ കേസ് വാദിക്കുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിപ്പോ വക്കീൽ ഒരു വക്കീലാണല്ലോ, അപ്പൊ പിന്നെ എല്ലാത്തരം കേസും വാദിക്കേണ്ടി വരൂലേ? ഹേമേന്ദ്ര സാറിനെ പോലുള്ള ഒരാളിന്റെ കേസ് വാദിക്കുന്നതിൽ എന്താണ് സാറേ കുഴപ്പം? മോഹനേട്ടാ, ഇതൊരുമാതിരി മൂന്നാംകിട വാശിയാണ്. ഹേമേന്ദ്ര സാറിന്റെ കേസ് ഞാൻ വാദിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വിദ്യയുടെ ചെറിയച്ഛൻ അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ മോനേട്ടാ? മോഹനേട്ടൻ ഭയങ്കര സത്യസന്ധനാണ് എന്നാണല്ലോ നാഴിക്ക് 40 തൊട്ട് പറയുന്നത്. ഇതാണോ ആ പറഞ്ഞ സത്യസന്ധത? നിനക്ക് ഒരു ധാരണയുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കോടതിയും വക്കീലുമാരുമാണ്. സ്വകാര്യ ട്യൂഷൻ നടത്തി കുട്ടികളെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന ഒരു അധ്യാപകനെ നിയമത്തിന്റെ മറവിൽ കൂടി രക്ഷിക്കും എന്നാണ് നീ പറഞ്ഞത്. വിദ്യയുടെ ചെറിയച്ഛന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതും നിയമത്തിന്റെ മറവിൽ തന്നെ ആയിരിക്കും. നോക്കൂ. അത് ശരി, അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ കൂടുതൽ അന്വേഷണം വന്നപ്പോ ഞാൻ നിരപരാധിയാണെന്ന് കോളേജ് മാനേജ്മെന്റിനും യൂണിവേഴ്സിറ്റിക്കും മനസ്സിലായി. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന അതേ കുട്ടികളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലിരുത്തി കുറച്ചുനേരം പഠിപ്പിക്കുന്നത് എങ്ങനെയാ കുറ്റകരമാവുന്നത്? ഒരു കുട്ടിയുടെയും കയ്യിൽ നിന്ന് ഞാൻ 10 പൈസയും വാങ്ങുന്നില്ല. അത് മാത്രമല്ല, വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് ചായയും നാരങ്ങാവെള്ളവും ഉപ്പേരിയൊക്കെ കൊടുത്ത് എന്റെ കാശ് ചെലവായ ചരിത്രമേ ഉള്ളൂ. ഇവിടെ ആരോ പറയുന്നത് കേട്ട് സ്ക്വാഡുകാർ റെയ്ഡ് നടത്തിയതാ. അതിനെന്താ സർ, മോഹനേട്ടൻ വരും. വരണം. വന്നില്ലെങ്കിൽ എനിക്കാ നാണക്കേട്. മോഹനേഷനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞുപോയി. സത്യഭാമയോടുള്ള ധൈര്യത്തിന്റെ പുറത്താ ഞാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുത്തത്. ഒരു കുഴപ്പമില്ല സാർ, മോഹനേട്ടൻ വരും. സാർ ധൈര്യമായിട്ട് പൊയ്ക്കോ. കുട്ടികളെ ആരെങ്കിലും ഞാൻ നാളെ വില്ലേജ് ഓഫീസിലേക്ക് വിടാം. എന്ത് പറ്റി? വില്യാപ്പിച്ചർ മുണ്ടാട്ട് മുട്ടിപ്പോയോ? ഹേമേന്ദ്രൻ സാറ് കള്ളനാണ്, കാപാലികനാണ്, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന ക്രൂരനാണ്.
നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് മാനിന് ചമഞ്ഞടക്കുന്ന കശ്മലിനാണ്.